ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്, ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ബസ്സിലെ കണ്ടില്ലേ, ബസ്സിലെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ യാത്രക്കാർ എങ്ങനെ യാത്ര ചെയ്യും? അത് ഇപ്പം എല്ലാവരും പറയണ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളവരോട് പറയേ, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുക, ഒന്നും ചെയ്യാണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഓരോ പോക്കുകളും കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഇവിടെ പുന്നശ്ശേരി, ഞാൻ താമസിക്കുന്ന പുന്നശ്ശേരി കാരക്കുന്നത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു പെണ്ണ് 6 വയസ്സായ കുട്ടീനെ കൊന്നു. അത് ഇപ്പോൾ പറയണ അതിന് മാനസികമാണ്. ഈ മാനസികമുള്ള ആളെങ്ങനെയാണ് ഒരു കുട്ടീനെ കൊല്ലുക? അത് നല്ലൊരു മോന്. കുട്ടീനെ, ഈ കുട്ടിയുടെ അമ്മ മരിച്ചതാണ്. അപ്പോൾ അമ്മയുടെ അച്ഛനാണ് ഈ കുട്ടീനെ നോക്കിയായിരുന്നു കാര്യമായിട്ടൊക്കെ. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ എന്തിനോ പുറത്ത് പോയി. പിന്നെ അമ്മയുടെ അച്ഛൻ പാല് മേടിക്കാൻ പോയി. അപ്പോൾ കുട്ടി അമ്മയുടെ അടുത്തേക്ക് പോയതാണ് പറയുന്നത്. പോയി കുട്ടീനെ ഒളിച്ച് അടുത്തൊക്കെ ഇരുത്തി. അത് കഴിഞ്ഞ് കേൾക്കണത് ആൾക്കാർ, ഞാനതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ പൊതുവെ പറയണതാണ്, കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് പിന്നെ അതിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിന്ന് ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് അതിനവിടെ പിടിച്ച് കിടത്തി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഉറക്കി കിടത്തേക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവളെന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു കുട്ടീനെ കൊന്നൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ബോധങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഒരു കുട്ടീനെ കൊല്ലുക, അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുക. അപ്പോൾ ഇതൊക്കെ ഒരു മെൻ്റലിൻ്റെ ഭാഗമാണോ? എന്തായാലും ആ കുട്ടി നല്ലൊരു മോനെ, അതിനെ കണ്ടാൽ കൊല്ലാൻ തോന്നില്ല ആർക്കും. ആകെ ഒരു മോനേ ഉള്ളൂ, 6 വയസ്സായിട്ടുള്ളൂ. അതിനെ കൊന്നു. ഒരു ലോകവും കാണാത്തൊരു കുട്ടി. ഇനി അതിന് എത്ര കാലം അതിന് ജീവിക്കാനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ചാട്ടത്തിന് ചാടാൻ വേഗം കഴിയും, പിന്നെ അതിന് കയറാൻ കഴിയില്ല എന്ന് കാരണന്മാർ പറഞ്ഞപ്പോൾ വളരെ ശരിയാണ്. എന്തൊക്കെയോ ലോകത്ത് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒന്നിനും ഒരു ഇതില്ലാത്തൊരു കാലഘട്ടമായി ഇപ്പോൾ. അവർക്ക് എന്തും ചെയ്യാം, ചോദ്യം ചെയ്യില്ല. ചോദ്യം ചെയ്താൽ അതിന് ഈ പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്തു തരാൻ ആളുണ്ട് എന്നൊരു ഭാവമാണെന്ന് തോന്നുന്നുണ്ട് മനുഷ്യർക്ക് ഇപ്പോൾ. എന്തോ പരസ്പരം ഒരു സ്നേഹമോ വിശ്വാസമോ ഒന്നുമില്ല ഇപ്പോൾ. എന്താ ചെയ്യുക? ലോകത്തിൻ്റെ ഒരു പോക്ക് ഞാൻ ആലോചിക്കണേ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എത്ര പിള്ളേരായിട്ട്, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടലും, പെൻസിലിൽ തല്ലൂടൽ, അതുപോലെ ഒരു ബുക്കിന് തല്ലൂടൽ, അങ്ങോട്ടും വായ്പ മേടിക്കൽ, ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിൽ ഒരു ബെഞ്ചിന്മേൽ പഠിക്കുന്ന കാലഘട്ടങ്ങൾ ഒക്കെ ഉണ്ടായ കാലഘട്ടങ്ങളായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ എന്തെന്നാ ഇപ്പോൾ പറയുക, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓരോ ഇത് മാറുകയാണെന്ന് തോന്നുന്നു. അതിനിപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഒരാൾക്കും ഒരു പരസ്പരം അങ്ങോട്ട് വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിലിപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം. അപ്പം ഞാനിന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ഇട്ടു, അത്രയേ ഉള്ളൂ. പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ